ഹലോ, ജയാസ് വെറൈറ്റി ബ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇന്ന് ഞങ്ങൾ പാണാവള്ളി പോകുന്ന വിശേഷവും പോയി തിരിച്ചു വന്നപ്പോൾ കാത്തു വെച്ചൊരു കസ്തൂരി മാമ്പഴം വഴി പോയ കാര്യങ്ങളും എല്ലാമാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. പാചകമൊന്നുമില്ല, എന്തോ രാവിലെ എന്തോ ഉണ്ടാക്കുന്ന പറയുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ട, എല്ലാം ഒരുപോലെ ആയ ശരിയാവത്തില്ലല്ലോ അല്ലേ. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വടിയെടുപ്പല്ല, ഞാനൊരു ചാമ്പയ്ക്ക പറിച്ച കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞങ്ങൾ ഇന്ന് പാണാവള്ളിക്ക് പോവാണേ. ഇതാ ചൈനീസ് ഓറഞ്ച് കണ്ടോ, മഹേഷിന് ഭയങ്കര ഇഷ്ടമാണ്. ഇതാ നിറച്ച് ചൈനീസ് ഓറഞ്ചാണ്, ഇത് നിറച്ചുണ്ട് അവന്. പിന്നെ എന്നായിരുന്നു അവന് ഇഷ്ടം, കപ്പളങ്ങ ഇഷ്ടമാണ്, അത് വെച്ചിട്ടുണ്ട്. അല്ല അതൊന്നും ഞാൻ എടുക്കണ്ട. അവനുള്ള പുളിശ്ശേരി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഉണക്ക ചെമ്മീൻ കറിയും വെച്ചിട്ടുണ്ട്. അത്രയും ഞങ്ങളങ്ങോട്ട് പോകുമ്പോൾ അവന് കൊണ്ട് കൊടുക്കാമല്ലോ എന്നോർത്തു. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കട്ടെ. അപ്പം ഇന്ന് രാവിലെ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് ഇന്ന് ഞങ്ങളെ പാണാവള്ളി പോണേ. അപ്പം ഇന്നലെ ഉണക്കച്ചെമ്മീൻ വെച്ചായിരുന്നല്ലോ, അപ്പം ഇന്നലെ ഉറപ്പില്ലായിരുന്നു, അതാ പറയാഞ്ഞത്. അപ്പം ഉണക്കച്ചെമ്മീനും മാങ്ങയും കറിയും വെച്ചിട്ടുണ്ട്, പുളിശ്ശേരിയും വെച്ചു. പുളിശ്ശേരി ഉണക്കച്ചെമ്മീൻ മാങ്ങ അവന് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ കപ്പളങ്ങ അവനെടുത്ത് വെച്ചിട്ടുണ്ട്, ചൈനീസ് ഓറഞ്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഞാൻ പോകുമ്പോൾ അങ്ങനെ കൊണ്ടുപോകാറുണ്ട്. ഞങ്ങൾക്ക് രാവിലെ ദോശ ഉണ്ടാക്കി, സാമ്പാർ വെച്ചില്ല, ഇന്നത്തെ സാമ്പാർ തന്നെ. എല്ലാം കൂടെ വെക്കാൻ രാവിലെ സമയമില്ല, സമയം 7 മണി ആയതേ ഉള്ളൂ. എല്ലാം ഓക്കെ ആയി, 8 ഇറങ്ങാനാണ്. പിന്നെ കൊച്ചിനും ഒന്ന് പോകണം, അവനുള്ളതെല്ലാം ആക്കി വെച്ചു. പിന്നെ മെഴുക്കോരട്ടി രാവിലെ തന്നെ അച്ചിങ്ങ എടുത്ത് മെഴുക്കോരട്ടിയും വെച്ചു. പിന്നെ ഞങ്ങൾക്ക് ഉണക്കച്ചെമ്മീൻ മാങ്ങയും കറിയും മെഴുക്കോരട്ടി പുളിശ്ശേരി ഉണ്ടല്ലോ, മതിയല്ലോ. പിന്നെ ചിക്കനും വറുത്തു, ചിക്കൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ ഫ്രീസറിന്. അപ്പം ചേട്ടൻ പറഞ്ഞേട്ടൻ ഇച്ചിരി ചിക്കൻ വറുത്ത് വേണം, നേരത്തെ വറക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതങ്ങ് വറുത്ത് വെച്ച് വന്നിട്ട് വേണേ ഓവനകത്ത് വെച്ച് ചൂടാക്കാമല്ലോ. വന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കും, എനിക്ക് വയ്യ. വന്നു കഴിഞ്ഞാൽ ഞാൻ എവിടെ പോയാലും ആരാണ്ട് ഇതുപോലെ തന്നെ പറഞ്ഞു, വരുന്നതിന് മുമ്പ് എല്ലാ പണി പോകുന്നതിന് മുമ്പ് എല്ലാം ചെയ്ത് വെക്കുമെന്ന്. ഞാനൊന്നും കുളി കഴിഞ്ഞിട്ട് ചുമ്മാ ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നേ ഉള്ളൂ കേട്ടോ, ഉണങ്ങിയിട്ടില്ല, കുളിച്ചതേ ഉള്ളൂ. അപ്പം ചേട്ടൻ വരുമ്പോഴത്തേക്കും കട്ടൻ ചായ ഇട്ട് വെക്കുക, തിരക്ക്. അപ്പം പിന്നെന്താ, അങ്ങനെ ഓരോ ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ, എല്ലാം കഴിഞ്ഞു. ഇതാ ദോശ ഉണ്ടാക്കി വെച്ചു, ഞങ്ങൾക്ക് കഴിച്ചിട്ട് ഞങ്ങൾ പോന്നെ. ചോറൊക്കെ ആയി, ചോറും എല്ലാം കൊച്ചിനും കൊണ്ടുപോകണല്ലോ, അപ്പം അതെല്ലാം ആയി. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോട്ടെ. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കും കൂടെ തിരക്കാവും എൻ്റെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ. അപ്പം കട്ടൻ ചായ തിളച്ച് വരുന്നുണ്ട്, പൊടിയെല്ലാം ഇട്ട് ആക്കി വെക്കട്ടെ. ചേട്ടൻ കുളിക്കാൻ പോയ സമയം കേട്ടോ, അപ്പം എല്ലാം ആക്കിയിട്ടപ്പോൾ പിന്നെ കാണാം. ഇപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പോട്ടോ. അപ്പം ഞങ്ങൾ പോകാൻ റെഡിയൊക്കെ ആയി, ചേട്ടൻ റെഡി ആകുന്നു. ഇതും കൂടെ ഒക്കെ എടുത്തേക്കാം. ഇത് നമ്മുടെ വണ്ടി ഇരിക്കുമ്പോഴത്തേക്കേ ചൂട് ഞങ്ങൾ രണ്ടുപേരും റെഡിയായേ. ഭയങ്കര ചൂടല്ലേ, അപ്പൊ നമുക്ക് ഇതും കൂടെ അങ്ങ് കൊണ്ടുപോയേക്കല്ലേ. നമ്മൾ വലിയ സംരക്ഷിച്ച് മുഖമൊക്കെ ആക്കിയേക്കുന്നല്ലേ, വെറുതെ കളയണ്ടല്ലോ അല്ലേ. അതാണ്, അല്ലാണ്ട് ചൂടടിക്കുന്നതിനല്ലേ. അയ്യോ കൊള്ളാം. അപ്പം അത് ബാഗിൽ വെച്ചു, ഇറങ്ങാം അല്ലേ. ഞങ്ങളപ്പം ഇറങ്ങാം കേട്ടോ. അപ്പൊ ഞങ്ങള് പോയിട്ടൊക്കെ വരാം. അപ്പൊ ഞങ്ങള് പോയച്ച് വരാം കേട്ടോ. പാണാവള്ളിയൊക്കെ പോയിട്ട് വരാം. എന്നിട്ട് അവിടെ ചെന്നിട്ട് വല്ലൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കാം. കശുമാങ്ങിയൊക്കെ പഴുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തീർന്നു പോയി കാണും, ഒന്നും അറിയാൻ പറ്റില്ല. ചിലപ്പോൾ കാക്ക തിന്ന് അപ്പിയിട്ട് കാണും, ഒന്നും പറയാൻ പറ്റില്ല. ചെന്നിട്ട് കാണാവേ. അങ്ങനെ ഞങ്ങൾ തണ്ണീർമുക്കം ബണ്ടായി. എല്ലാവരും 100 പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും, എന്നാലും കാണാത്തവർക്ക് വേണ്ടിയാണ്.
ഇതെല്ലാം പഴയ പാലത്തിൻ്റെയാണ്. ഇനി പുതിയ പാലത്ത് കണ്ട പുതിയ പാലം. പിന്നെ ഞങ്ങളങ്ങനെ ഇവിടെ എത്തി കേട്ടോ. ഞാൻ പറഞ്ഞില്ലല്ലോ എത്തിയത്. എത്തി. അമ്മണിയെ കാണിച്ചു തരാവേ. അവള് ഭയങ്കര പണിയിലാണ്. ഒരു പല്ലി അങ്ങോട്ട് പോയേ, അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അവളവിടെ തപ്പി നടക്കുക. അവൾ വരട്ടെ, അവൾ ബിസിയൊക്കെ കഴിഞ്ഞ് വരട്ടെ കേട്ടോ. ഓ ഓ ഓ ഓടി വരട്ടെ, വന്നിട്ട് കാണാവേ. കണ്ടോ നമ്മുടെ മാങ്ങയൊക്കെ ദാ ഇത്രയായി. കണ്ട അന്ന് പറിച്ചിട്ട് പോയ മാങ്ങ ഇവിടം വരെയായി. കണ്ട കണ്ട ഞാൻ പറിച്ചു വെച്ചു. നമുക്ക് തിന്നുകയും കൂടെ ചെയ്യാതെ കേട്ടോ. ആഹാ നോക്കിക്ക്, നിറച്ചുണ്ട്. തേ കിടക്കുന്നു. തീയൽ വെക്കാന്നൊക്കെ എല്ലാവരും പറഞ്ഞു. നമുക്ക് തീയൽ വെച്ചാൽ നല്ലതാ. കുറച്ചങ്ങ് എടുത്തോണ്ട് പോവായിരുന്നല്ലേ. നിറച്ച് കശുമാങ്ങയുണ്ട്. ചേട്ടൻ അതിനെ പറിച്ചെടുക്കുവാണേ. ഒരെണ്ണ ഞങ്ങൾ തിന്നു. ദാ ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. കണ്ട ദാ മേളിൽ കിടപ്പുണ്ട്. ഇഷ്ടംമാതിരിയുണ്ട്. ദാ നിറച്ച് പറിച്ചെടുക്കാതും പറിച്ച് ഇപ്പുറത്ത് കിടന്നേ. ആ വീണതെടുത്താൽ മതി. അത് വീണാണോ? അതേ പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഇച്ചിരി തീയൽ വെക്കാം. ഇതിൻ്റെ പച്ച കുഞ്ഞിക്ക ദാ മഹേഷ് നോക്കുന്നുണ്ടോ. ശകലം പറിച്ച് തീയൽ വെക്കാമെന്ന് ഓർത്തിരുന്നാണ്. പക്ഷെ നടന്നില്ലേ. ദേ ഇവിടൊക്കെ ദേ ഇനിയും പച്ച കിടപ്പുണ്ട്, പഴുത്ത കിടപ്പുണ്ട്. ദാ കണ്ട കണ്ട. അപ്പം 5-6 പറിച്ചെടുക്കാം നമുക്ക്. ദേ ഇവിടൊക്കെ കിടപ്പുണ്ട്. കണ്ടോ, പറിച്ചെടുത്തിട്ട് കാണാവേ. അങ്ങനെ ദാ മാങ്ങയായി, കശുവണ്ടി കുഞ്ഞുമായി, തേങ്ങയുണ്ടിനി. എല്ലാം കൂടെ ഇഷ്ടംമാരിതാ അവൻ മാങ്ങയൊക്കെ പറിച്ച് തന്നു. കണ്ട നമ്മുടെ തേങ്ങായും എടുത്തു. നമ്മുടെ ബാഗിന്റെ പ്രയോജനം കണ്ട കണ്ട. അപ്പം ഞങ്ങളിനി ഇടയ്ക്ക് വരാൻ കേട്ടോ. അവൻ ഫോണിലാണേ. ശരി, അപ്പം പോയിട്ടൊക്കെ പിന്നെ കാണാം. ഇവിടുന്ന് ഇപ്പം ഇറങ്ങുവാണേ. അപ്പം അതുപോലെ തന്നെ ഞങ്ങൾ കരിക്ക് കുടിക്കാൻ ഇറങ്ങി. അവിടെ കരിക്കെടുക്കുവാണ്. കരിക്ക് വെട്ടുന്നു. കണ്ട ചേച്ചി കരിക്ക് വെട്ടുന്ന വെട്ടിക്കൊണ്ട് നിൽക്കുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കരിക്ക് കിട്ടില്ല. തങ്ങൾ കുടിക്കട്ടെ. അറിയുന്നേ ഇല്ല. ദാഹിച്ചിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ കരിക്കും കൂടെ തിന്നണ്ടേ. അങ്ങനെ ഞങ്ങൾ കരിക്കെല്ലാം കുടിച്ചു. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാം. ചേച്ചിയെ കാണെങ്കിൽ അടുത്ത മാസം. ഹയ്യ ഞങ്ങളെങ്ങനെ വീട്ടിലെത്തി കേട്ടോ. ഞങ്ങളുടെ നിക്കി നീലുമൊക്കെ ചോദിച്ചു എവിടെ പോയതാന്നൊക്കെ ചോദിച്ച് വർത്താനൊക്കെ പറയുമായിരുന്നു. പിന്നെ അവരോട് എത്ര പേരോട് സമാധാനം പറയണം എവിടെയെങ്കിലും പോയിട്ട് വന്ന. അതും എല്ലാം പറഞ്ഞു. ഞങ്ങൾ ചോറൊക്കെ എല്ലാം കൂടി ഡ്രസ്സൊക്കെ മാറ്റിയിട്ടൊക്കെ മുഖമൊക്കെ ഒന്ന് കഴുകി ക്ലീനായി ചോറൊക്കെ ഉണ്ണട്ടെ കേട്ടോ. അപ്പം ഞങ്ങൾ ചോറൊക്കെ ഉണ്ണട്ടെ കേട്ടോ. ചോറൊക്കെ ഉണ്ണാൻ പോവാണേ. അത് ചിക്കനായിട്ടാ ഞാൻ വറുത്തായിരുന്നു. ഞാൻ വറുത്ത് വെച്ചായിരുന്നേ. വന്നിട്ടൊന്ന് ചൂടാക്കി. കൊള്ളാം അല്ലേ? അപ്പം അത് ഇനിയും വെച്ചിരുന്നാലേ ശരിയാവത്തില്ല. അതുകൊണ്ട് രാവിലെ അങ്ങ് വറുത്തായിരുന്നു. ഇപ്പം ഞങ്ങൾ ചോറൊക്കെ ഉണ്ണട്ടോ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായ കുടിയെല്ലാം കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ ചായ കുടിയെല്ലാം കഴിഞ്ഞു. പിന്നെ ഇന്ന് ചിരിച്ച് തല കുത്തി കേട്ടോ. ഞാൻ വലിയ ഗമയിലെ പാണാവള്ളി ചെന്നിട്ടെ ഭയങ്കര സ്റ്റൈലില് എന്തായിരുന്നു കശുവണ്ടിയുടെ ചെറിയതുണ്ടല്ലോ
അതെല്ലാം പറിച്ച് ഒരു കൂടിനകത്ത് കവറിനകത്താക്കി. അപ്പൊ നമ്മുടെ ബുള്ളറ്റേല് 2 ടൈപ്പിലെ കവറുണ്ട്. ഒരെണ്ണം അടിയിൽ നല്ല കട്ടിയില് സ്റ്റീലിന്റെ എന്തൊക്കെയോ വെച്ചതാ. അപ്പൊ അതേ കൊണ്ട ഉരുകത്തില്ല. അപ്പൊ അതിനകത്ത് എന്തും നമുക്ക് വെക്കാം. അതിൽ നിറച്ച് തേങ്ങ വെച്ചു. പിന്നെ തേങ്ങ വെച്ചപ്പോ തന്നെ നിറഞ്ഞു. 20 തേങ്ങ ഉണ്ടായിരുന്നു. അത് വെച്ചപ്പോ തന്നെ എത്ര തേങ്ങ ഉണ്ടായിരുന്നു. അത് വെച്ചപ്പോ തന്നെ നിറഞ്ഞു. പിന്നെ വേറൊരു കവറിനകത്താക്കി കുറച്ച് തേങ്ങ അതിനകത്ത് കൊണ്ടു. പിന്നെ ബാക്കി ഒരു കവറിനകത്ത് കുറച്ച് തേങ്ങയും കൂടെ അതിലൂടാണ് വെച്ചത്. പിന്നെ ഒരു നല്ല കട്ടിയുള്ളൊരു ബനിയൻ കൂടല്ല, ഇച്ചിരി കട്ടിയുള്ളൊരു കവർ മേളിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അതിനകത്തായിരുന്നു കശുവണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പഴുത്ത കശുവണ്ടി പച്ച തീയൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ നാളത്തെ വ്ളോഗായിരുന്നു എന്റെ തീയൽ വെക്കാനുള്ള. അതും എന്നടിനിക്ക് അവള് കേക്കുന്നു. അതെല്ലാം കൂടെ ആയിരുന്നേ വെച്ചിരുന്നത്. ചിരിക്കാനുണ്ട് കേട്ടോണം. അപ്പൊ ഞങ്ങൾ കുറെ ഇങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് തണ്ണീർമുക്കം ബണ്ടെല്ലാം കഴിഞ്ഞ് കുറച്ചിങ്ങ് വന്നപ്പോഴത്തേക്കും ഒരു കാറുകാര് ഫ്രണ്ടിലോട്ട് കയറിയിട്ട് ഒരു ഫാമിലിക്കാരായിരുന്നു. ചേച്ചി മാങ്ങയൊക്കെ പോയി എന്ന് പറഞ്ഞേ. അപ്പൊ ഞാനപ്പം ചേട്ടൻ ഇടയ്ക്ക് പറയുന്നുണ്ട് ശ്രദ്ധിച്ചോണം കവറുണ്ടോ ഇല്ല. നമ്മൾ നോക്കുമ്പോഴും കവറുണ്ട്. പിന്നെ മാങ്ങ തൊടുമ്പം മാങ്ങയും ഉണ്ട്. ഞാൻ പറഞ്ഞു ശരി. അപ്പൊ ഞങ്ങൾ കരിക്ക് കുടിക്കാൻ ഇറങ്ങുമല്ലോ ഇടയ്ക്ക്. അവിടെ വരുമ്പം ചേട്ടനും ഇടയ്ക്ക് എല്ലാം ക്ലിയർ ആണോ എന്നൊക്കെ വന്ന് നോക്കും. അതിനു മുമ്പായിരുന്നു ഇവര് പറഞ്ഞേ. അപ്പൊ ഞങ്ങൾ സൈഡിലോട്ട് ഒതുക്കി നിർത്തിയിട്ട് ഞങ്ങള് നോക്കിയപ്പോഴത്തേക്കുണ്ടല്ലോ മാങ്ങയുണ്ട്. കുറച്ച് മാങ്ങ കാണാം. അടിയിൽ ഇങ്ങനെ എന്താ ഇത് പോയിട്ടുണ്ട്. ചൂടടിച്ചിട്ട് കുറച്ച് ഉരുകിയായിരുന്നു. അത് ഉരുകിയിട്ട് ഒരു തുള വീണിട്ടുണ്ട്. അപ്പൊ മാങ്ങ അതിനകത്തൂടെ 2-3 പോയി കാണും. അത് അവര് പറഞ്ഞെന്ന് ഞങ്ങൾ പറഞ്ഞു. ഞാനും ചേട്ടനോട് തന്നെ പറയാം. എന്നിട്ട് ചേട്ടൻ അതിനെ വേറെ ഇതിനകത്തോട്ടാക്കിയിട്ട് വേറൊരു കവറിനകത്തോട്ടാക്കിയിട്ട് ഫ്രണ്ടിലോട്ട് വെച്ചു. ഫ്രണ്ടിലല്ല, ഈ മേളിലോട്ടാക്കി ചൂടടിക്കാത്ത രീതിയിൽ. ഞാൻ സൈഡിലോട്ട് ഇരുന്നു. അല്ല ഞാൻ മറ്റേ രീതിയിൽ നമുക്ക് ദൂരയാത്ര അങ്ങനല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. കരിക്കും എല്ലാം കുടിച്ചു അങ്ങനല്ലേ വെച്ചേക്കുന്നത്. വീട്ടിൽ വന്നു കഴിഞ്ഞ് കശുമാങ്ങ എല്ലാം എടുത്തു വെച്ചേക്കാം. നാളത്തേക്ക് ഇനി തീയലൊക്കെ വെക്കേണ്ടതാ. ഭയങ്കര സന്തോഷമായിരുന്നു. പുതിയൊരു തീയൽ വെക്കേണ്ടതാണല്ലോ. നിങ്ങളെ കാണിക്കുന്ന സന്തോഷമാണ് ഏറ്റവും വലുത്. ആ കവർ നോക്കിയപ്പോ ഇല്ലേ മാങ്ങ മാത്രമുണ്ട്. കശുമാങ്ങ ഒറ്റ ഒരെണ്ണം ഇല്ല. ഞാൻ അവിടെ വെച്ച് ചേട്ടനോട് പറഞ്ഞ ആ പഴുത്ത കശുമാങ്ങ ഒരെണ്ണം തിന്നോന്ന് ഞാൻ തിന്നോണ്ടിരുന്നപ്പോ പറയുന്നുണ്ട് ചേട്ടൻ ഇത് തിന്നുന്നില്ല. അപ്പൊ ഇല്ല, ഞാൻ വീട്ടിൽ ചെന്ന് സ്വസ്ഥമായിട്ടിരുന്ന് തിന്നാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ എപ്പോഴും പറയുന്നത് സ്വസ്ഥമായിട്ട് തിന്നോളാം. എനിക്കത് കണ്ടിട്ട് സഹിച്ചില്ല. ഒരു കറച്ച പോലും ഇല്ലാത്ത കശുമാങ്ങയായിരുന്നേ. എപ്പൊ സീസണിൽ ചെല്ലുമ്പോ എല്ലാം ഉണ്ട് അവിടെ. ഒത്തിരി ആൾക്കാരെ കണ്ടിട്ട് കറയാകല്ലേ. ശരിയാട്ടോ, കറയായ വെള്ളയും കൂടാ ദൈവത്തിനറിയാം. അതെല്ലാം ഉണ്ടാ. ഞാൻ സൂക്ഷിച്ചായിരുന്നു, നമുക്കറിയത്തില്ല. ചേട്ടനും എന്നോട് കറയാകില്ലെന്ന്. ശരിയെന്ന് പറഞ്ഞു. അപ്പം നോക്കിയപ്പോ എന്നാ കശുമാങ്ങ ഒറ്റ ഒരെണ്ണം ഇല്ല. പഴുത്തതും ഇല്ല, പച്ചയില്ല, ഒന്നുമില്ല. തീയല് ഓടി സ്വാഹ. കൊറേ ചിരിച്ചു. അതാണ് ഇന്നത്തെ ഹെഡിങ്. കാത്തു നിന്നൊരു കസ്തൂരി മാമ്പഴം വഴിയിൽ പോയി. ഒന്ന് ഓർത്ത് നോക്കി എന്ത് കഷ്ടമാ അല്ലെ. ആ പോട്ടെ, സാരില്ല, അതൊരു കഥ. പിന്നെ ഇന്നലെ നമ്മുടെ ആരായിരുന്നു ഞാൻ ഓർക്കുന്നില്ല, ഗൂഗിൾ മാപ്പിലൂടെ പോയി. ജീനയാന്ന് തോന്നുന്നു കേട്ടോ. ഗൂഗിൾ മാപ്പ് വഴി പോകല്ലേ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒത്തിരി കമന്റ് വരുന്നോണ്ട് ഓർത്തിരിക്കുന്നില്ലേ. സത്യവാ, ഞാൻ അപ്പൊ പറഞ്ഞു എനിക്കും രസകരമായ ഒരു ഗൂഗിൾ മാപ്പിലുള്ളത്. ചേട്ടൻ സൗദിയിലായിരുന്നപ്പോ ഞങ്ങള് എല്ലാവരോടല്ലേ ചേട്ടനെ നെടുമ്പാശ്ശേരിന്ന് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. കൊണ്ടുവിടുന്നതും കൊണ്ടുവരാനും ഞാനും മോനും അമ്മയും പിള്ളേരും കൂടാണ് പോകുന്നത്. മോന് ഡ്രൈവിംഗ് ആയ പിന്നെ ഞങ്ങള്, മോൻ വലുതായ പിന്നെ മോൻ തന്നെയാണ് ഓടിക്കുന്നത്. അല്ലാത്തപ്പം ഞങ്ങളുടെ കസിൻസ് ആയിരുന്നു. അപ്പം ഒരു പ്രാവശ്യം ഞങ്ങള് ചേട്ടനെ വിളിക്കാൻ വേണ്ടിയിട്ട് മിക്കവാറും 2 മണി വെളുപ്പിനെയൊക്കെയാണ് റെഡിയാണ്. രണ്ടും കൽപ്പിച്ച് കൊച്ചു എന്നാ പേടിക്കാനോ മറ്റാ മാടയാന്ന്. ഗൂഗിൾ മാപ്പ് ഇട്ട് ആദ്യമായിട്ട് അവൻ ഓടിച്ച് പോവാ. അവൻ നെടുമ്പാശ്ശേരിയിൽ ആദ്യമായിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. അച്ഛനെ കൊണ്ടുവരാൻ വേണ്ടി ഡ്രൈവിംഗ് എല്ലാം പഠിച്ച ആ കൊല്ലം പോവാണേ. അപ്പം അമ്മ ഒന്നും പേടിക്കണ്ട, അമ്മ ഗൂഗിൾ മാപ്പ് നമുക്ക് ഇടാന്ന് പറഞ്ഞു. ശരി, ഓക്കെ, ഗൂഗിൾ മാപ്പ് ഇടാം. നമുക്ക് ഗൂഗിൾ മാപ്പ് എന്നാ കുന്താന്നൊന്നും എനിക്ക് അന്നൊന്നും അറിയത്തില്ലായിരുന്നേ. ഇന്നിപ്പോ അറിയാം കേട്ടോ, ഇപ്പൊ എല്ലാം അറിയാം. എന്നിട്ട് ഇവര് ഗൂഗിൾ മാപ്പ് ചേട്ടനും അനിയനും കൂടി ഇട്ടു. അവർ രണ്ടുകൂടെ ഫ്രണ്ടിലിരുന്നു. അന്നേരം ഞാനും അമ്മയും കൂടെ പുറകിലായിരുന്നിരുന്നത്. എന്നിട്ട് ഞാൻ സൈഡിൽ നോക്കി ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഇവൻ പറഞ്ഞു ഷോർട്ട് കട്ട് എന്ത് എളുപ്പമല്ല അമ്മ, ഷോർട്ട് കട്ട് കയറി പോകുന്നെല്ലാം പറഞ്ഞ് ഞങ്ങളില്ലേ ഒരു 2 ഇവിടുന്ന് നേരത്തെ ഇറങ്ങണല്ലോ, 12
12 എത്രയോ സമയം 3 മണിക്കൂർ മുമ്പ് ഇറങ്ങണല്ലോ. എന്താണേലും ഞങ്ങൾ ചെന്നത് 1:30 കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വിജനമായ സ്ഥലത്ത് റെയിൽവേ ക്രോസ് അടച്ചിട്ടേക്കുന്ന സ്റ്റോപ്പ് ഇങ്ങനെ വന്ന് കിടക്കുമല്ലോ. എന്റെ ദൈവമേ, കുറെ പട്ടികൾ അവിടെ നിർത്തി. സൈഡ് വലത്തുവശത്ത് നോക്കിയപ്പോ ഉണ്ടല്ലോ കുറെ പട്ടികൾ ഓലിയിടുന്നു. വലിയൊരു ബോർഡ് വെച്ചേക്കുന്നേ, ഒരാൾ മരിച്ചു കിടന്നിട്ട് മൂക്കി പഞ്ഞിയൊക്കെ വെച്ചുള്ള വലിയൊരു ബോർഡേല് കാണിച്ചേക്കുന്ന. എന്റെ ഗുരുവോ, ഞങ്ങള് ജീവൻ വെച്ച് കിടക്കുക, തുറന്നേയില്ല. ഞാൻ പറഞ്ഞു കൊച്ചെ, അമ്മയ്ക്ക് ഭയങ്കര പേടി, എനിക്ക് അതിലേറെ പേടി തോന്നി കേട്ടോ. പട്ടിയൊക്കെ ഓലിയിടുന്ന വിജനമായ സ്ഥലം ഒന്ന് ഓർത്തു നോക്കി. പിള്ളേർക്ക് വല്ല പ്രായമുണ്ടോ ഇതിനും വേണ്ടി? എന്നിട്ട് ഞാൻ പറഞ്ഞു, എന്റെ മോനെ പേടി വരുന്നുണ്ടല്ലോ, വേണ്ടണ്ട, നമുക്ക് ഇവിടുന്ന് തിരിച്ചേക്കാന്ന് പറഞ്ഞു. എന്റെ ദൈവമേ, അവിടുന്ന് തിരിച്ച് ഞങ്ങള് വേറെ വഴിയെ പോയി ഒരു വിധത്തിൽ നെടുമ്പാശ്ശേരി ചെന്നു. ആ ഒരു കൊല്ലം അങ്ങനെ ഒരു കഷ്ടപ്പെട്ടു. വേറെ പിന്നെ പിള്ളേര് വലുതായി, പിന്നെ അറിയാലോ, എല്ലാം നല്ലതായിട്ട് പഠിച്ചു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് പറയുമായിരുന്നു. ഇനി ഞാൻ ഹായ് പറയാനുള്ളവരുടെ ഹായും കൂടെ പറയട്ടെ കേട്ടോ. ഞാത്തോട്ട് നോക്കട്ടെ. അപ്പോഴേ 3 പേര് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന് മുമ്പ് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ പുതിയതായിട്ട് എനിക്കൊന്ന് കമന്റ് ഇടണേന്ന്. കാരണം പുറകോട്ട് ഒത്തിരി പോണം നമ്മൾ ഹായ് പറയാൻ പഴയതിനകത്തൊക്കെ. അപ്പൊ പുതിയതായിട്ട് ഇടണം കേട്ടോ വീഡിയോ, ഹായ് പറയണം എന്നുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ ഒരാള് ഹസീന സലാം, ചേച്ചി എനിക്കൊരു ഹായ് തരണേ ചേച്ചി, എന്റെ ഹായ്ക്ക് ഇത്ര വിലയേറിയതാന്ന് ഞാൻ അറിഞ്ഞില്ല. എന്റെ മക്കളോട് ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു മക്കളെ, നിങ്ങൾക്കൊക്കെ അല്ലേ എന്നെയൊക്കെ വിലയില്ലാത്തത്. എന്റെ ആൾക്കാരെ ഒന്ന് നോക്കിക്കേ, എന്റെ ഒരു ഹായ്ക്ക് വേണ്ടി എത്ര പേര് കൊതിക്കുന്നു. അപ്പൊ ഹസീന സലാം ഒരു ഹായ്, ഒരു മട. അവിടെ അപ്പൊ ഇക്രൂനൊക്കെ ഹായ് കൊടുക്കണം. എന്ത് കളിയാന്ന് പറഞ്ഞ. അടുത്തയാള് ലേഖ ജയന് ഭയങ്കര വിഷമാണ്. എന്തിനാണ് കുരയ്ക്കുന്നത്? ലേഖ ജയന് ഭയങ്കര മനോവിഷമമുള്ള ഒരാളാണ്. ഇതിനകത്ത് നീളത്തിൽ ഒത്തിരി കമന്റ് എഴുതിയിട്ടുണ്ട്. ലേഖ എന്റെ മൂത്താണോ അറിയത്തില്ല. എന്തായാലും ലേഖ ജയന് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? വിഷമമില്ലാത്ത ആൾക്കാർ ഒരു വീട്ടിലും ഇല്ല കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതുവരെ ഒരു വിഷമം ഉണ്ടായിട്ടില്ല. ദൈവമേ, ഒരു വിഷമം ഉണ്ടാകാതിരിക്കട്ടെ അല്ലേ. എനിക്ക് എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ ടെൻഷൻ ഇല്ലാത്ത ആളാണ് കേട്ടോ. എന്ത് കാര്യവും നേരിട്ട് അതിന് ഒരു പ്രതിവിധി ഉണ്ടാക്കി കൊടുക്കും. ചേച്ചിമാർ രണ്ടും എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നെയാണ് വിളിക്കുന്നത്. എടി അത് അങ്ങനെ ലെടി ഇങ്ങനെ. അപ്പം ഞാൻ അതൊക്കെ ആക്കി വിടും. അതാണ് എൻ്റെ പരിപാടി. അപ്പൊ ഈ ലേഖ ജയൻ ഒരു വിഷമവും വിചാരിക്കേണ്ട. പറയുന്നത് പാവം. ജയയുടെ വീഡിയോ കാണാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് കുറച്ച് ആശ്വാസം. അത് കണ്ട് ഞാൻ കുറെ ചിരിക്കും. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാവും. അപ്പൊ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോയിലൂടെ സന്തോഷം ഉണ്ടെങ്കിൽ അത് കണ്ടോണം കേട്ടോ. ലേഖ ജയൻ ഒരു ഹായ്. എൻ്റെ ലേഖയ്ക്ക് നല്ലൊരു കേട്ടോ. ഒരു വിഷമം വിചാരിക്കല്ലേ, എപ്പോഴും നല്ല പോസിറ്റീവായിട്ട് ചിന്തിച്ചിരിക്കണം കേട്ടോ. അടുത്തത് ആലപ്പുഴ തുമ്പോളിയിലാണ് എൻ്റെ വീടെന്നും പറഞ്ഞ് ഷീല ആന്റണി. ഇന്നാള് ഞാനൊരു ഹായ് പറഞ്ഞാന്ന് എൻ്റെ വിശ്വാസം ഇല്ലേ? ഇന്ന ദുഷ്ടത്തിയാ ഞാനല്ലേ ഇതുവരെ ഒരു ഹായ് പറയത്തെ. എന്നെ ഒരു പെണ്ണുമ്പിളിയാന്നൊക്കെ നിങ്ങൾ ഓർത്തിട്ടുണ്ടാവും. ക്ഷമിക്കണം കേട്ടോ. ഷീലയ്ക്ക് ആലപ്പുഴ തുമ്പോളിയിലാ വീടല്ലേ? ആലപ്പുഴ തുമ്പോളി കടപ്പുറം. ചേച്ചി ആലപ്പുഴയിലല്ലേ? എൻ്റെ രണ്ടാം ചേച്ചി കിടങ്ങറ. അപ്പം ലേഹയല്ലോ, ഷീല ആന്റണിക്കൊരു എൻ്റെ വക ഒരു വലിയൊരു ഹായ്. ഇത്രയും വലിയ ആൾക്കാരായോ ഞാന്? അതാണ് എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് രാത്രി നമുക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോതമ്പ് ദോശ ഉണ്ടാക്കാം. ഇന്ന് പാണാവലിലൊക്കെ പോയി വന്ന് എൻ്റെ മാവെല്ലാം തീർന്ന് ഞാൻ അരച്ചില്ലായിരുന്നു, ഒന്നും കരുതിയിട്ടില്ല. ഇനിയിപ്പം നാളെ കഴിഞ്ഞൊക്കെ ആയിട്ട് അരച്ചെല്ലാം റെഡിയാക്കി വെക്കണം. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കാണണേ മുടങ്ങാതെ. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നല്ല, ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് ബെല്ലൈക്കണും ഒക്കെ ഒന്ന് പ്രസ് ചെയ്ത് കമൻറ്റും ഒക്കെ ഇട്ട് എൻ്റെ ചാനലിന് സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാവേ. ടാറ്റാ.